ടു അവർ അനദർ വ്ലോഗ്. ഇന്ന് നമ്മുടെ ഒപ്പം രാകേഷ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ തീരെ പ്ലാൻ ഇല്ലാത്തൊരു ട്രിപ്പിനാണ് പോണത്. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്രോളൊക്കെ അടിച്ചു. ഇനി നമുക്ക് തീരുമാനിക്കണം എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച ശേഷം നമ്മൾ വിചാരിച്ചു എന്നാൽ പരുന്തുംപാറയിൽ പോവാം. അപ്പം ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടാലോ. അങ്ങനെ വണ്ടിപ്പെരിയാർ എത്തുന്നതിന് മുന്നേ ആയിട്ട് കോന്നേമാര ടീൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. സാധാരണ നമ്മൾ അവിടെ നിന്നാണ് ചായപ്പൊടിക്ക് മേടിക്കുക. ഇവിടെ റീസണബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ വണ്ടിപ്പെരിയാർ ടൗൺ എത്തി. ഇത് വണ്ടിപ്പെരിയാർ ബ്രിഡ്ജാണ്. അപ്പം പിന്നെ നമ്മൾ വൈകിട്ടായല്ലോ, അപ്പം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ പലഹാരമുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, പല ടൈപ്പ് പലഹാരങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ വിലയും കുറവാണ്. 6 രൂപയെ മറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് പെരിയാറിൽ നിന്ന് സത്രം പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പരുന്തുംപാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വഴി എത്തിയപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ തന്നെ ശരിക്കും നല്ല രസമാണ്. ഫുൾ പച്ചപ്പ്, പിന്നെ ചുറ്റും തേയിലത്തോട്ടം. പിന്നെ ടൂറിസ്റ്റുകൾ അധികം വരാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ അധികം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ വിചാരിക്കും രാകേഷ് ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നതല്ല, അത് അവൻ്റെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ പരുന്തുംപാറയിലേക്ക് പോകും. ഇത് സത്രം പോകുന്ന വഴി, ഇത് പരുന്തുംപാറ പോകുന്ന വഴി. അപ്പം സത്രത്തിൻ്റെയും പരുന്തുംപാറയിലേക്കും പോകുന്ന വഴിയുടെ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങി. താഴെ ഒരു അരുവിയുണ്ട്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഇവിടെ നല്ല സുഖമാണ് വന്നിരിക്കാൻ. അങ്ങനെ ആളും ബഹളമൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ നല്ല സുഖമാണ്, കാരണം നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന ടൈമിൽ അവിടെ ആളുകളൊക്കെ കുറച്ച് ചേച്ചിമാരൊക്കെ അലക്കാനൊക്കെ വന്നായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഈ വഴിയാണ് നിങ്ങൾ പരുന്തുംപാറയിലേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, കാരണം സൂപ്പറാണ്. അതായത് ഫോട്ടോസും വീഡിയോസും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാനും പറ്റും. പിന്നെ നിങ്ങളുടെ ടൈം വെറുത്തായി. ഇറങ്ങി അവിടെ അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി നേരെ ഇനി പരുന്തുംപാറയിലേക്ക്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ ശരിക്കും നല്ല രസമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ, 2 സൈഡിലും തേയിലത്തോട്ടങ്ങൾ, പിന്നെ അരുവികൾ, പിന്നെ നടുക്കൂടി ബ്രിഡ്ജ്, പിന്നെ പലതരം പൂക്കൾ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, പരുന്തുംപാറ. അപ്പോൾ എൻട്രൻസ് ഗേറ്റിൽ ഒരു 20 രൂപയും കൊടുത്ത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ദൂരേക്ക് നോക്കുമ്പോൾ നല്ല മഞ്ഞുണ്ട്. അങ്ങനെ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതും കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ സൂപ്പർ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്.
അപ്പം നമ്മൾ കുറച്ച് നേരം അതും കണ്ടു. ഇപ്പം കണ്ടില്ലേ ചുറ്റും മഞ്ഞ, അതായത് ഒരു ഏരിയയിൽ മാത്രമേ മഞ്ഞുള്ളൂ, മറ്റൊരു ഏരിയയിലില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും തട്ടുകടയുള്ള ഭാഗങ്ങളിലൊന്നും മഞ്ഞില്ല. ഇപ്പം ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ മഞ്ഞ് വന്ന്, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മഞ്ഞൊക്കെ പോയി. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ മഞ്ഞ് ഇങ്ങനെ വരുന്നത്. നല്ല തണുപ്പുണ്ട്. പിന്നെ അത് കണ്ടോ, അവിടെ ഒരു വാനിൽ വരൂ ചായ കുടിക്കാൻ എഴുതി വെച്ചത്. അത് നല്ല രസമില്ലേ കാണാൻ. പക്ഷെ അവിടെ സർവീസ് ഒന്നുമില്ല. പിന്നെ അവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ, മാലിന്യം കൂട്ടിക്കുഴച്ച് നിക്ഷേപിക്കരുതെന്ന്. പക്ഷേ 2 സൈഡിലും ഫുള്ള് വേസ്റ്റാണ്. ആളുകൾ കഴിച്ചിട്ട് അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ പോലും ഇടാതെ റോഡ് സൈഡിലാണ് വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നത്. മറ്റേ പാട്ട് എടുക്കുന്നോ? അങ്ങനെ മെയിൻ നമ്മുടെ പരുന്തുംപാറയിലേക്ക് മുകളിലോട്ട് എത്തുന്നതിന് മുന്നേ നമ്മൾ വിചാരിച്ചൊന്ന് കഴിച്ചിട്ട് പോയാലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും മാഗിയും ഓർഡർ ചെയ്തു. പക്ഷെ ഫുഡ് നല്ലായിരുന്നു കേട്ടോ. സൂപ്പർ. നല്ല തണുപ്പിൽ ചൂടുള്ള മാഗി അടിപൊളി കോമ്പിനേഷനാണ് വിത്ത് ചായ. ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി പറയൂ ചായ. ഇപ്പം ടൈം ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിനോട് അടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ദൂരെ ഒരു പാറ കാണുന്നില്ല, അതാണ് ശരിക്കും പരുന്തുംപാറ എന്ന് പറയുന്നത്. അതായത് പരുന്തിൻ്റെ ഷേപ്പിലാണ് അതിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പരുന്തുംപാറയില്ലേ, ആ ടോപ്പിൽ ശരിക്കും സാധാരണ നമ്മൾ അവിടത്തേറ്റം പോകുന്നതാണ്. പക്ഷേ മഞ്ഞ് മൂടിയത് കൊണ്ടും പിന്നെ ലേറ്റ് ആയതുകൊണ്ടും നമ്മൾ വേറൊരു ദിവസം പോകാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ സാധനം കണ്ടില്ലേ, അതെന്താണെന്ന് അറിയുമോ? അതാണ് ബബിൾ മേക്കർ. നമ്മൾ നൂഡിൽസ് വാങ്ങാൻ പോയ ടൈമിൽ ഒരു രസത്തിന് വേണ്ടി നമ്മൾ അത് മേടിച്ചു. ഈ ടോയിൻ്റെ ഒരു ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഈ പരുന്തുംപാറയിൽ തന്നെ, കാരണം കാറ്റ് നല്ലോണം ഉണ്ടായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആ ഫാന് കാണും. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മഞ്ഞും കൂടിയിട്ടുണ്ട്, പിന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ ഇനി വരും. അങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസായി കാണുന്നവരെ ഓക്കെ, ബൈ.